ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയ് മാസത്തിലെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പയാണ്. കാമി റിത ഷെർപ്പ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലാണ്. അടുത്തത്, 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡിങ് ലിറിനാണ്. ചൈനയുടെ ഡിങ് ലിറിനാണ് 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പ. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗൽ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഡിങ് ലിറിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്ക്. ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്കിൻ്റെ പേരാണ് ഹാരിസ് പാർക്ക്. ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്കാണ് ഹാരിസ് പാർക്ക്. അടുത്തത്, 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതി. 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതി കുടുംബശ്രീയാണ്. കുടുംബശ്രീയാണ് 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ചത്. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 17ആണ്. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 17. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. അടുത്തത്, ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നം. ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നമാണ് മാനാമധുര മൺപാത്രങ്ങൾ. ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നമാണ് മാനാമധുര മൺപാത്രങ്ങൾ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 17. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നം മാനാമധുര മൺപാത്രങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യത്തിൻ്റെ പേര്. മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കരുണ. അടുത്തത്, സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ 2023 ജൂലൈ 1 ഏത് രാജ്യത്താണ് അനാവരണം ചെയ്തത്? സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ 2023 ജൂലൈ 1 ഏത് രാജ്യത്താണ് അനാവരണം ചെയ്തത്? ഉത്തരം ബ്രിട്ടനാണ്. സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ 2023 ജൂലൈ 1 എവിടെയാണ് അനാവരണം ചെയ്തത്? ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം. മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. അടുത്തത്, കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് വെള്ളായണിയിലാണ്. തിരുവനന്തപുരത്തെ വെള്ളായണിയിലാണ് കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം മൗറീഷ്യസ്. കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളായണി. ഇനി നമുക്ക് മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ PSC ചോദിക്കാറുള്ളത് നോക്കാം. ലോക തൊഴിലാളി ദിനം. ലോക തൊഴിലാളി ദിനം മെയ് 1. ലോക തൊഴിലാളി ദിനം മെയ് 1. ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. സ്ഥിരം ചോദ്യമാണ്. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. ഇനി ലോക റെഡ് ക്രോസ് ദിനം. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. ലോക റെഡ് ക്രോസ് ദിനം മെയ് 8. ഇനി ദേശീയ സാങ്കേതിക ദിനം, അത് ചോദിക്കാറുള്ളതാണ്. ദേശീയ സാങ്കേതിക ദിനം മെയ് 11. ദേശീയ സാങ്കേതിക ദിനം മെയ് 11. അടുത്തത് ലോക നഴ്സസ് ദിനം. ലോക നഴ്സസ് ദിനം മെയ് 12. ലോക നഴ്സസ് ദിനം മെയ് 12. ഇനി ലോക ജൈവ വൈവിധ്യ ദിനം.
എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. അടുത്തത് ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ഒന്നുകൂടി നോക്കാം. ലോക തൊഴിലാളി ദിനം മെയ് 1, ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3, ലോക റെഡ് ക്രോസ് ദിനം മെയ് 8, ദേശീയ സാങ്കേതിക ദിനം മെയ് 11, ലോക നഴ്സസ് ദിനം മെയ് 12, ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. പാർട്ട് 1 മെയ് മാസത്തിൽ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണുക. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.